നമസ്കാരം. ഹർഷിനയെ നമ്മൾ ആരും മറന്നിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ കെ ഹർഷിന. തനിക്ക് നീതി കിട്ടാൻ വേണ്ടി ആ പാവം സ്ത്രീ അനുഭവിച്ച ദുരിതം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒന്നും രണ്ടുമല്ല, 9 കൊല്ലമാണ് ആ സ്ത്രീ വേദന നിന്ന് ജീവിച്ചത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ടീച്ചറമ്മ, അതായത് കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ വീഴ്ച സംഭവിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യമന്ത്രി ഒരു സ്ത്രീ തന്നെയായിരുന്നു, പേര് വീണ ജോർജ്. ഭരണം നല്ലതായിരുന്നതുകൊണ്ട് ടീച്ചറമ്മയും വീണയും തോറ്റു തുന്നം പാടി ഇന്ന് വീട്ടിലിരിക്കുകയാണ്. ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി ഹർഷിനയുടെ കാര്യത്തിൽ യാതൊരു ദയവും കാണിച്ചില്ല വീണ ജോർജ്. അവർക്കൊരു പുച്ഛവും അഹങ്കാരവും ഒക്കെയായിരുന്നു. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന BD സതീശൻ ഹർഷിനയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്, UDF അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന്. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. ഹർഷിന കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രി കെ മുരളീധരനെയും കണ്ടു. വന്നപ്പോഴൊന്നും അവർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞ് വിടും. പിണറായി സർക്കാരിൻ്റെ കാലത്തേതുപോലെ നടന്ന് ചെരുപ്പ് തേയുന്നതും മിച്ചം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഹർഷിന പ്രതീക്ഷിച്ചത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ്. ഹർഷിനയ്ക്ക് ഇന്നലെ തന്നെ സർക്കാർ ജോലി നൽകി. അപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊടുത്തു. തൻ്റെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് അവർക്ക് നിയമനം നൽകിയിട്ടുള്ളത്. അവരിന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സർക്കാരിനെയാണ് നാടിനു വേണ്ടത്. ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നാടുനീളെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അന്തം കമ്മി നാറികളൊക്കെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഉളുപ്പില്ലാതെ കൈപ്പറ്റും. പിണറായി സർക്കാരിന് നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു ഹർഷിതയുടേത്. പക്ഷേ അത് ചെയ്തില്ല. അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആകട്ടെ പരിഹസിക്കുക പോലും ചെയ്തു. വീണയുടെ ചെകിട്ടത്തുള്ള അടിയാണ് ഹർഷിതയ്ക്ക് കിട്ടിയ ഈ നിയമനം. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന അന്തങ്ങളെ നേരിടേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇക്കണക്കിന് പോയാൽ ജനങ്ങൾ തന്നെ അന്തങ്ങളെ പഞ്ഞിക്കിടുന്ന ദിവസം ഉടനുണ്ടാകും.